എനിക്ക് ഒറ്റയ്ക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ പോകാനായിട്ട് എനിക്ക് പേടിയെന്ന് പറഞ്ഞ ഒരു കംഫോർട്ട് അത് തന്നെ. അത് ഒറ്റയ്ക്ക് പോയി ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് കഴിക്കാനായിട്ട് എനിക്കൊരു മടിയോ അത് എന്നെക്കൊണ്ട് പറ്റാത്തൊരു സംഭവമായിരുന്നു ഒറ്റയ്ക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാനായിട്ട്. അന്നേരം ഞാനിങ്ങനെ കുറച്ച് നാളത് പാടുപെട്ടു. ഓക്കെ, പക്ഷെ ഒരു ദിവസം ഞാൻ ഫക്കിറ്റ് അടിച്ച് ലെറ്റ് മീ ഡൂ ദിസ്. ഓക്കെ, ഞാൻ ഒറ്റയ്ക്ക് പോയി. അവിടെ എല്ലാം ഫാമിലികളുള്ള റെസ്റ്റോറൻറ്റാണ്. പക്ഷെ ഞാൻ അവിടെ ചെന്നിട്ട് 4 പേരുള്ള ഒരു ടേബിളാണ്. ഓക്കെ, അവിടെ ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഞാൻ ഒരു ഫുൾ മീല് എൻ്റെ വയറിനെ ഫുൾ ഹാപ്പി ആക്കുന്ന ഒരു മീലും കഴിച്ച് ഒരു ജ്യൂസും കുടിച്ചിട്ട് ഞാൻ അവിടെ ബില്ല് ഒറ്റയ്ക്കും അടിച്ച് ടിപ്പും കൊടുത്ത് ഞാൻ ഇറക്കി. 4 ഫാമിലി വെയിറ്റിംഗ് ആയിരുന്നു. 4 പേരുടെ ടേബിള്. അത് വേറെ സൈഡ്. 4 ഫാമിലി വെയിറ്റിംഗ്. പക്ഷേ ഇവനൊന്ന് എണീറ്റു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ജ്യൂസ് കുടിച്ച് കരഞ്ഞോണ്ടിരിക്കുക. കളഞ്ഞു. പക്ഷെ ഞാൻ പറയുന്നത് മാത്രമേ എനിക്ക് ആ സീരിയസ് പറ്റുന്നില്ല, തെക്ക് കളിക്കുന്നില്ല. പക്ഷേ ഇല്ലേ ഞാൻ പറയട്ടെ, അന്ന് വന്ന ചേഞ്ച് അതെന്നെ അത് ഇന്നും ബെനിഫിറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ലൈക്ക് സീരിയസ്ലി അന്ന് ആ കംഫർട്ട് സോണിൽ നിന്ന് ഇന്ന് എനിക്ക് എവിടെ വേണം. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ എനിക്ക് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ടോ. ഞാൻ വെളിയിൽ വന്ന ടൈമിൽ ഇവൻ എൻ്റെ അടുത്ത് നീ ഇങ്ങനെ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ ഒറ്റയ്ക്ക് പോയിരിക്കുക. ഞാൻ പറഞ്ഞു who gives a fuck, Joshua? Exactly. അത് ഇപ്പം ഇവിടെ കാണുന്ന നമ്മുടെ ഓഡിയൻസിന് 40,000 ആൾക്കാർ കാണുന്നില്ല ഈ വീഡിയോ. നല്ല വൃത്തിയുള്ളൊരു തേപ്പ് കിട്ടിയാലും മതി. സത്യം, അത് കിട്ടിയപ്പോ 1, 2, 3, 4 റെസ്റ്റോറന്റ് അല്ല അതും കിട്ടി. 3, 4 സിനിമ തിയേറ്റർ, മോൺട്രിയാൽ, ക്യൂബെക്. അത് വേറെ, അത് ഓഡിയൻസ് അറിയാത്തൊരു കാര്യം. വയർ നിറച്ച് കഴിച്ച് ജ്യൂസ് കുടിക്കാൻ. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടതാ. പൊരുത്തന്നെ ഇരുന്നിട്ട് ഒരു ഫുൾ ആൽഫാ മീൽ കേട്ടോ. ഞാൻ ഷർട്ടൊന്നും ഇട്ടിട്ടില്ല, അല്ല എനിക്ക് ടാങ്ക് ടോപ്പ് ഇട്ടിട്ട് മസിലൊക്കെ ഫ്ലക്സ് ചെയ്തിട്ട് പുള്ളി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക കേട്ടോ. 8 മണിക്കൂർ കിടന്നു തുടങ്ങി കഴിഞ്ഞാൽ 140% ടെസ്റ്റോസ്റ്റെറോൺ മുകളിലോട്ട് പോകും. പിന്നെ രാവിലെ ഐസ് ബാത്തിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സാധനം വെയിലത്ത് ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ 140% ടെസ്റ്റോസ്റ്റെറോൺ കൂടും. പിന്നെ ഐസ് ബാത്തിൽ കിടന്നു കഴിഞ്ഞാൽ സ്പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ 700% കൂടും. പിന്നെ ഐസ് ബാത്ത് ചെയ്ത് കഴിഞ്ഞാൽ 1060% കൂടും. അപ്പൊ അടിയിൽ കമന്റ്, ഓക്കെ സാർ മനസ്സിലായി. അപ്പൊ ഞാൻ രാവിലെ എണീറ്റ് തുണിയില്ലാണ്ട് സാധനത്തില് ഐസ് കെട്ടിട്ട് ഞാൻ ഈ കോൺവെർസേഷൻ ഇല്ല, ഞാൻ ഇറങ്ങിപ്പോയി ചായ കുടിച്ചിട്ട് വരാം. അല്ല ഇവന്മാര് പറയുന്നതിനൊരു മര്യാദ ഉണ്ട്. എന്റെ പോലെ മോളിൽ കയറി എന്നിട്ട് മോട്ടിവേഷൻ, ഒടുക്കത്തെ മോട്ടിവേഷൻ. നാട്ടിലിപ്പോ കുറെ മോട്ടിവേഷൻ ഉണ്ട്. ചിന്തിക്കുന്നത് മാത്രമേ പറയാവൂ. ശുഭദിനം. ആ പയ്യനൊരു രക്ഷയില്ലാട്ടോ. ഉണ്ടോടാ നിനക്കൊക്കെ ബിസിനസ്? നിങ്ങളല്ല പട്ടികളാണ് എന്റെ എപ്പിസോഡ് വന്ന് കാണാനായിട്ട്. എനിക്ക് പൈസ നേരത്തെ കിട്ടി. മോനെ അയാൾ എന്താ ചെയ്തെന്നറിയോ? വൂൾഫ് ഓഫ് വാൾ സ്ട്രീറ്റിലെ ഡയലോഗ് പുള്ളി ഇംഗ്ലീഷ് അല്ല, അതിന് കൾച്ചറൽ ഡിഫറൻസും ഉണ്ട്. അടിച്ചുണ്ടാക്കി കിട്ടി. നല്ല കൾച്ചറായിരുന്നു. ഈ സെയിം മോട്ടിവേഷൻ അവൻ കാനഡയിൽ ഇട്ടായിരുന്നെങ്കിൽ മാക്സിമം ആയി നോക്കി തന്നെ ഉണ്ടായിരിക്കുന്നത് നല്ലത്. ഇമാര് ഫുള്ള് കൊല്ലത്തുള്ള 4 പേര്. ഇവൻ മറ്റേ ആള് പിന്നെ എവിടെ മറ്റേ ആള് അമേരിക്ക. നാട്ടില് കണ്ടന്റ് ഒരു രക്ഷയിലാട്ടോ. കുറെ കിഡിലും കണ്ടന്റ്. ആ ഹരീഷ് ശ്രീയുടെ എന്ന് പറഞ്ഞ എടുത്തിട്ടുണ്ട്. അതിന് ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? അതിന്റെ വർത്താനൊക്കെ കോമഡിയാ. അതാരാ ഒരുത്തര്
സത്യ അല്ല ഈ മറ്റേ ഈ പിന്നെ വേറെ എന്തിനുണ്ട് മറ്റേ ഡെക്കാട്ടി എടുത്തോണ്ട് വരാൻ ഡീ ബൈക്കാണ്ട് എടുത്തോണ്ട് ഒരു തടിയും ചെക്കൻ അവന്റെ വീഡിയോ ഉണ്ടോ ഡക്കാട്ടി. പക്ഷെ ഐ തിങ്ക് എൻഡ് ഓഫ് ദ ഡേ just do what makes you happy. Like fuck it. ഒരു പരസ്പരം ഒന്നുമില്ല. No like അല്ലല്ല just do what you like. ഇതില് മാത്രം ഒരു കൺസിസ്റ്റൻസി ഉണ്ട് എല്ലാ തവണയും. Just do what you fucking like. മീറ്റിംഗ് തുടങ്ങും 9 മണിക്ക്. ഓക്കെ ശിവന്റെ അഭിപ്രായം പറയൂ. ജോഷി ഹെഡ്ഫോണൊക്കെ വെച്ചിട്ട് തുണ്ട് കണ്ടേ അടുത്ത് നീ ഇതിങ്ങനെ നടക്കത്തില്ല. അതിന് നീ നിന്റെ അഭിപ്രായം പറ. അവസാനം 10 മിനിറ്റിൽ കയറിയിട്ട് ഇന്ന് 140 സെയിൽ ആവോ പോമാര്. പക്ഷെ എനിക്കൊരു ഒരു സംശയമുണ്ട് സ്പെൻസർ, ഇത് സീരിയസ് ആയിട്ട് ഞാൻ ചോദിക്കും. ഓക്കെ, പക്ഷെ എനിക്കിപ്പം ഇപ്പം നമ്മളിപ്പം കാനഡയിൽ ഇപ്പം പ്രസൻ്റ്ലി ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് വോട്ട് ഡു യു തിങ്ക് അബൌട്ട് ലൈഫ് ഇൻഷുറൻസ് ആസ് എ സ്റ്റാർട്ട്? എടുക്കാനോ അതെയോ അല്ലെങ്കിൽ സർവീസിലോ? ഫീൽഡ് പഠിക്കാൻ. ഇത് സെയിൽസിലോ? സെയിൽസിലോ? എടാ ഇപ്പം ലൈഫ് ഇൻഷുറൻസ്, മോർഗേജ്, റിയൽ എസ്റ്റേറ്റ്, ഈ മൂന്നും ഭയങ്കര സിമിലർ സെക്ടേഴ്സാണ്. കാരണം 3 സർവീസ് ഇൻഡസ്ട്രിയാണ്. ഇതിൽ ഏറ്റവും ചീപ്പ് എടുക്കാൻ ഏറ്റവും ചീപ്പ് ലൈഫ് ഇൻഷുറൻസ് ആണ്. ലൈസൻസ് എടുക്കാൻ ഏറ്റവും ചീപ്പ്, പിന്നെ മോർഗേജ്, പിന്നെ റിയൽ എസ്റ്റേറ്റ്. 3 നല്ലതാടാ. 3ലും യു ക്യാൻ മേക്ക് എ കില്ലിംഗ്, യു ക്യാൻ ഡു റിയലി വെൽ. Yeah, exactly. Based on the things that I know, because I failed in life insurance. ഞാൻ ലൈഫ് ഇൻഷുറൻസ് ഫസ്റ്റ് 2 ഇയർ ചെയ്ത് ഞാനും ജസ്വിനും we failed in life insurance, and then I moved on to mortgages. ഇപ്പൊ ഞാൻ മോർഗേജസ് ആണ്. ഏതാ? ജസ്സിനൊന്നും മിണ്ടുന്നില്ലല്ലോ. ജസ്റ്റിന്റെ പഴയ മറ്റേ ഇതുണ്ടല്ലോ, ഇത് മറ്റേ സീനാണ്. മറ്റേ ദിലീപിന്റെ അവിടെ അല്ലേ, പാണ്ടിപ്പട. ഇതെന്താ പഴയ പാട്ടാ? സംഭവിച്ച ഒരു ദിവസം സെൻസംബ്രോയുടെ ബർത്ത്ഡേക്ക് ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരി ഞങ്ങളെ വിളിച്ചു സർപ്രൈസ് ആയിട്ട്, നീ കിച്ചണർക്ക് പോവാ, സ്പെൻസർ ബർത്ത്ഡേ അല്ലേ, ഇന്ന റെസ്റ്റോറൻറ്റിലേക്ക് വരാൻ പറഞ്ഞു. അന്നേരം ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ഞാനുണ്ടായിരുന്നു, വേറൊരു ചേട്ടൻ ഉണ്ടായിരുന്നു, 2 പേരുണ്ടായിരുന്നു, പിന്നെ സ്പെൻസംബ്രോ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഇപ്പം ഞങ്ങൾ ചുമ്മാ വന്ന് ഫുഡ് കഴിച്ചു. ഞങ്ങൾ അവിടെ സർപ്രൈസ് ആയിട്ട് കേക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേക്കൊക്കെ വന്നു. ഞങ്ങൾ കേക്കെല്ലാം മുറിച്ച് അതിനിടയ്ക്ക് ചെയറൊക്കെ തല്ലിപ്പൊളിച്ച് റെസ്റ്റോറൻറ്റിലെ. അപ്പോൾ അന്നേരം ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ചേച്ചി വേറൊരു കൂട്ടുകാരോട് സ്പെൻസംബ്രോയുടെ വേറെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ഞങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഇത് ആരാന്ന് എനിക്കറിയോ? ഇല്ല, ഇത് സ്പെൻസംബ്രോയുടെ പഴയ പാർട്ട്ണർ, ഇപ്പൊ ട്രക്ക് ഓടിച്ച് ജീവിക്കുന്നു. നീ ഇപ്പോഴത്തെ പാർട്ട്ണർ. കേക്ക് വെച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു മീ. അല്ല എന്നിട്ട് 6 ഇയേഴ്സിന്റെ ലൈക്ക് what do you think? Should I do it? ഞാൻ പറഞ്ഞത് ഇതിന് 2 ഫെയിൽ ആയെന്ന് എനിക്ക് മനസ്സിലായത്. എല്ലാ സർവീസ് ബിസിനസ്സിലും ഇവിടെ നമുക്ക് സക്സീഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഫെയിൽ ആയെങ്കിലും എന്തുകൊണ്ടാണ് നമ്മൾ ഫെയിൽ ആയെന്ന് നമുക്കറിയായിരുന്നു. ഇപ്പൊ when you look back, അന്നേരം നമുക്കറിയാമെങ്കിൽ we would have fixed it, right? ഇപ്പം പല കാര്യങ്ങളും ഇപ്പൊ മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്കിപ്പോ മനസ്സിലായ സംഭവം എന്താണെന്ന് ഈ സമയത്തായിരുന്നു നമ്മൾ ആ ഇൻഷുറൻസ് തുടങ്ങിയിരുന്നത്. പക്ഷെ ഈ സമയത്ത് തുടങ്ങിയിട്ടും കാര്യമില്ല. ആ ഫെയിൽ ആയതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഇരിക്കുമ്പോ ഈ സമയത്ത് തുടങ്ങിയിട്ട് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്ന നോളജ് വെച്ചിട്ട് ഇപ്പൊ തുടങ്ങുവാണെങ്കിൽ അബ്സല്യൂട്ട്ലി മാൻ. ഇപ്പൊ ഇൻഷുറൻസ് അല്ല, ഏത് ഫീൽഡിൽ വേണമെങ്കിലും ഐ ക്യാൻ ഗിവ് യു പ്രോപ്പർ അഡ്വൈസ്. നമുക്കൊരു തേങ്ങ അറിയത്തില്ലായിരുന്നു. ഇല്ല, നമുക്കൊരു തേങ്ങ അറിയത്തില്ലായിരുന്നു. ബിസിനസിനെ പറ്റി അറിയില്ല, പ്രൊഡക്റ്റിനെ പറ്റി അറിയത്തില്ല. ആരൊക്കെ എന്തൊക്കെയോ പറയുക, നമ്മൾ പുറകെ ഓടുന്നു. വി വർ സെറ്റ് ടു ഫെയിൽ. അവിടെ ഫെയിലിയർ ഇന്നല്ലെങ്കിൽ നാളെ അവിടെ സംഭവിക്കേണ്ടതായിരുന്നു. കാരണം നമ്മൾ ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ് ഇല്ലായിരുന്നു, ഫിലോസഫി കറക്റ്റ് ഇല്ലായിരുന്നു, ആക്ടിവിറ്റി ഇല്ലായിരുന്നു, റിസൾട്ട്സ് ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മള് ഫെയിൽ ആവണം. 100% to learn നമ്മൾ ഫെയിൽ ആവണം. 100% ഒന്നൊന്നര ഫെയിൽ ആയിരുന്നു. ഫെയിൽ ആവണം. അല്ല പക്ഷെ ഞാൻ ഒരു എന്റെ ലൈഫിൽ എങ്ങനെയാണെന്നറിയാം ഈ ഫെയിൽ എന്നുള്ളൊരു കോൺസെപ്റ്റ് പറയുന്നില്ലേ. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ മാക്സിമം സം ഓർ ദി അതർ വേ ഐ വിൽ ട്രൈ നോട്ട് ടു ഫെയിൽ.
എനിക്ക് ആ ഫെയിലിയർ അത് കാണാന്നേക്കും ഞാൻ 3 സ്റ്റെപ്പ് ഹെഡായിട്ട് ഞാൻ ഫെയിൽ ആവാതിരിക്കും. പക്ഷേ എനിക്ക് ആവണം, എനിക്ക് ഫുള്ളി ഫക്ട് ആവണം, എന്നാലേ ഉള്ളൂ എനിക്ക് എന്തെങ്കിലും ലൈഫ് ലെസൺ അതിൻ്റെ അകത്ത് നിന്ന് പഠിക്കാൻ പറ്റുന്നത്. സോ നിന്നെ പോലെ ഉള്ളവർക്ക് I don't think failure is part of you. Yeah, I don't think I can because handle you're not an overthinker. You're not an overthinker. Okay. That's the difference. ഇപ്പോൾ ഞാനാണെങ്കിലും ജസ്വിനാണെങ്കിലും റിജോ ആണെങ്കിലും ദ കോമൺ എലമെന്റ്സ് വി ഹാവ് ദാറ്റ് ഞാൻ ഇവരുടെ കുറേ ടൈം ഇൻഡിപെൻഡൻ്റ്ലി സ്പെൻഡ് ചെയ്ത കാരണം നമ്മളെല്ലാം കുറേ തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. നമ്മൾ ഒരു 10 സ്റ്റെപ്പ് ഡൗൺ ഇങ്ങനെ ആലോചിച്ച് നീ ആണെങ്കിൽ ഒരു പരിധി വരെ in a way it's good, right? അല്ല, അത് എല്ലാ കാര്യത്തിലും നല്ലതല്ല. അല്ല, ഇത് ഇൻട്രോസ്പെക്റ്റീവ്ലി അല്ല. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഫെയിൽ ആയി കഴിഞ്ഞ് അത് അനലൈസ് ചെയ്ത് അപ്പൊ അത് നമ്മുടെ പാത്ത്, ഇപ്പൊ നമ്മുടെ ജേർണി അതാണ്. ലൈക്ക് ബേസ്ഡ് ഓൺ ഹൂ യു ആർ. പക്ഷേ അത് എങ്ങനെ ഫെയിൽ ആകണമെന്നില്ല. If you are not failing, don't try to fail. മനസ്സിലായോ? But you shouldn't be afraid to fail. Afraid to fail. അതാണ് You shouldn't be afraid to fail. ഇതാണ് എനിക്ക് കുറച്ചും കൊണ്ട് റിലേറ്റബിൾ. എനിക്ക് ഫെയിലിയർ അതായത് എന്തൊരു ലൈഫ് ലെസൺ പഠിക്കണം ഫെയിലിയറിൽ കൂടെ. പക്ഷെ എനിക്ക് ആ ഫെയിലിയർ ആവുന്ന ആരും ആഗ്രഹിക്കുന്നില്ല. No, you fail every day. അതാ നീ ഇപ്പൊ നിന്റെ ടെലസിൽ like how confident are you in like if you talk to 10 people how many can you close? It depends. എന്നാലും you can close more than 5, yeah, right? Exactly. Right? Yeah. On your first day, if you talk to 10 people, could you close 5? No, 0. So you failed enough times to get these results. എല്ലാ കാര്യത്തിലും ഫെയിലിയർ ഉണ്ട്. ഓക്കെ, ഞാൻ ചിലപ്പോൾ ഫെയിലിയർ പേഴ്സണൽ ആയിട്ട് എടുക്കത്തില്ലായിരിക്കും. എന്നെ എഫക്ട് ചെയ്യുന്ന യു ആർ ഫെയിലിംഗ്. നീ ഫെയിൽ ചെയ്താൽ ബെറ്റർ ആവുന്നേ. നീ ഒരു മിനി സ്കോയില്ല. ഞാൻ എടുത്ത റിസ്കിനനുസരിച്ചല്ലേ ഞാൻ ഫെയിൽ ആവുന്നത്. ഞാനും ജസ്വിനും ഫുൾ ടൈം ആയിട്ട് ഇതിൽ ഇറങ്ങി, വേറെ ജോലിയും കൂലിയും ഒന്നും ഇല്ലാണ്ട്. ദാറ്റ്സ് an insane amount of risk and we were not making money for months and we were putting those bills on the credit card. So we failed on an insane ഒരു മതിയായ ഡിപ്പിലേക്ക് ഞങ്ങൾ പോയി, വൻ കടത്തിലേക്കും പോയി. ഞങ്ങൾ രണ്ടുപേരും അതിനുശേഷം ജസ്റ്റിൻ റൂം പെയിന്റ് അടിക്കണ വരുമോ, ഞങ്ങൾ പെയിന്റ് അടി പരിപാടി തുടങ്ങി. ആദ്യം പെയിന്റ് അടിക്ക് പോയിട്ട് ജസ്വിൻ അത് ചെയ്തു, ഞാൻ അവിടെ പോയിട്ട് പേടിച്ച് ഓടി. കാരണം ഞങ്ങളന്ന് പെയിന്റ് അടിച്ചിട്ട് ഇറ്റ് വാസ് ഗെറ്റിംഗ് മെസ്ഡ് അപ്പ്. എന്നിട്ട് ക്ലയന്റിന്റെ അടുത്ത് എങ്ങനെയെങ്കിലും ഊരി പോരാനായിട്ട് ഞങ്ങൾ എന്നിട്ട് ഫസ്റ്റ് പെയിന്റ് അടിക്കാൻ പോയ വീട് ഞാൻ അവിടെ അടിച്ചുകൊണ്ടിരിക്കുക. അന്നേരം പുള്ളിക്കാരി പറഞ്ഞു ഓൾറെഡി ഒരു സൈഡ് കുറച്ച് അടിച്ചു വെച്ചിട്ടുണ്ട്, ഇതിലൂടെ അതിലൂടെ ഒരുമിച്ച് കയറ്റി അടിക്കണം എന്ന് പറഞ്ഞു. ബാക്കിയുള്ള വൈറ്റും ഒരു ഭിത്തി മാത്രം. എടുത്തത് $250. ഒരു ദിവസം പോയി അവിടെ പടുതു. എത്ര മണിക്കൂർ അത് അതിലേക്ക് വരുക. അപ്പോ ആദ്യം പുള്ളിക്കാരി എന്നെ വിളിച്ചു, എത്ര രൂപയാണ്? അപ്പൊ 250 എന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫക്ഡപ്പ് ആയിട്ട് ഇരുന്ന് കഴിയുമ്പം വരുന്ന ഫസ്റ്റ് സോഴ്സ് ഓഫ് ഇൻകം ആണ്, അതായത് ഫസ്റ്റ് ലീഡാണ്. അപ്പോൾ അതിൽ എനിക്ക് നമുക്ക് പണി കിട്ടണം. ഇപ്പോൾ 250 പണിക്കൂലി മാത്രം മതി, കൂടെ പെയിൻറ്റ് അവർ മേടിച്ച് തരാമെന്ന് പറഞ്ഞു. ഓക്കെ, ടൂൾസ് കുറച്ച് എന്തായാലും ഡോളറാമേന്ന് പൈസ വില കുറവിന് മേടിച്ചിട്ട് 250 പണിക്കൂലി മാത്രം നമുക്ക് പോയി ചെയ്യാമെന്നുള്ളൊരു സെറ്റപ്പിൽ രാവിലെ പോയി, വൈകുന്നേരം ഇത്തിരി ലേറ്റ് ആയാലും തീർത്തിട്ട് വരാമെന്ന് വിചാരിച്ച് ഞാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം പുള്ളിക്കാരി നമ്മളോട് പറഞ്ഞതൊന്നും അല്ല പണി അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഉള്ളത്. ഒരു വീട് ഫുള്ള് പെയിന്റ് അടിക്കാനുണ്ട്. നമ്മള് ബോയ് ഫ്രണ്ട് ചെയ്തതിന്റെ മുകളിൽ അടിച്ചാൽ പക്ഷെ ബോയ് ഫ്രണ്ട് മൊത്തം കുളമാക്കി വെച്ചിരിക്കുക. കാരണം ഒരു വൈറ്റ് വീട്, വൈറ്റ് റൂം, ആ വൈറ്റ് റൂമിന്റെ ഒരു ഭിത്തി മാത്രം ഓറഞ്ച് കളർ അടിച്ചു വെച്ചേക്കുക ബോയ് ഫ്രണ്ട്. അത് കഴിഞ്ഞ് ഇനി ആ വീട് മൊത്തം ഞാൻ വൈറ്റ് ആക്കണം. ഈ വീട് മൊത്തം വൈറ്റ് ആക്കണമെങ്കിൽ അവിടെ മാത്രം ഒരു എക്സ്ട്രാ 3-4 കോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഈ സംഭവം മാറുന്നു. അല്ലെങ്കിൽ പിന്നെ ഫുള്ള് പ്രൈം ഒക്കെ അടിച്ചിട്ട് വേണം അടിക്കാൻ. അപ്പൊ ഈ പ്രൈം അടിക്കണമെങ്കിൽ പ്രൈം അടിച്ചു കഴിഞ്ഞിട്ട്, നാട്ടിലെ ടെമ്പറേച്ചർ അല്ലല്ലോ ഇവിടുത്തെ ടെമ്പറേച്ചർ, പ്രൈം അടിച്ചു കഴിഞ്ഞ് ഒരു ഓൾമോസ്റ്റ് ഒരു ഡേ നമ്മൾ കൊടുക്കണം ഉണങ്ങാൻ. അപ്പം ഞാൻ ബ്രാംപ്ടണിൽ നിന്ന് വിഡ്ബി വരെ 2 days ഡ്രൈവ് ചെയ്യണം ഈ $250. കാരണം ഫസ്റ്റ് പ്രൈം അടിക്കണം, അത് കഴിഞ്ഞ് ഞാൻ പെയിന്റ് അടിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഞാൻ പറഞ്ഞു എനിക്ക് ഇത് പറ്റത്തില്ല, ഞാൻ രാവിലെ ഫസ്റ്റ് തന്നെ വന്നിട്ട് ഫുൾ പ്രൈം അടിച്ചിട്ടു. ഉച്ച കഴിഞ്ഞ് ഒരു 3-4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഉണങ്ങിയാൽ എനിക്ക് പെയിന്റ് അടിച്ചേ പറ്റത്തുള്ളൂ. കാരണം എനിക്ക് നാളെ വരാൻ പറ്റത്തില്ല. 250 കൂടുതൽ പുള്ളിക്കാർക്ക് തരാനും പ്ലാനില്ല. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ എന്നെ കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ഞാൻ കുറേ പെയിന്റ് അടിച്ച് ഇതിന്റെ മുകളിൽ കിട്ടിയില്ല. അതിൽ നിന്ന് കുറച്ച് പൈസ മേടിച്ചു, കുറച്ച് പൈസ അല്ല 250 മേടിച്ചില്ല, ഒന്നും കിട്ടിയില്ല, തിരിച്ചു വന്നു. പിറ്റേ ദിവസം ഞാനും ഇവനും കൂടിയാ പോകുന്നത്. അത് ഞാൻ പോകുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി പറഞ്ഞു ഇതിന്ന് പൈസ ഒന്നും കിട്ടുന്നില്ല. എക്സാക്ട്ലി, നീ പറ. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി പറഞ്ഞു എന്താ പറയാ, നിങ്ങളുടെ കമ്പനി, പുള്ളിക്കാരി വിചാരിച്ചു നമ്മളൊരു കമ്പനി. ഞാൻ പറഞ്ഞു കമ്പനിയിൽ നിന്ന് വിട്ടതാണ്, ഞാൻ ഇങ്ങനെയാണ്, നമുക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും പറയാനുള്ളൂ. കാരണം എനിക്കൊന്നും അറിയത്തില്ല, ജീവിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്.
അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ബേസിക് സാധനം നമ്മളിപ്പോൾ തന്നു കഴിഞ്ഞാൽ നമ്മളത് പാച്ച് വർക്ക് ചെയ്ത് കൊടുക്കും, പെയിന്റ് അടിച്ചു കൊടുക്കും, അങ്ങനെ എങ്ങനെയൊക്കെ. അപ്പോൾ പുള്ളിക്കാരി പറയുന്ന സ്പെക്കിലൂടെ അത്ര കറക്റ്റായിട്ട് ഷാർപ്പായിട്ട് വരച്ച് ചെയ്യാനൊന്നും എനിക്കറിയത്തില്ല. ഒബ്വിയസ്ലി അവർ പൈസ തരുന്നതാണ്, അവർ അതിനുള്ള പൈസ തരുന്നുള്ളൂ. ഒബ്വിയസ്ലി അവർ പൈസ തരുന്നതാണ് അതിന് ചെയ്യാം. പക്ഷെ അവർ തരുന്ന പൈസക്കുള്ള ക്വാളിറ്റിക്ക് നമ്മൾ സാധനം കൊടുക്കുന്നുണ്ട്. അല്ലാണ്ട് അവരുടെ അടുത്ത് നമ്മൾ 4000-5000 ഒന്നും മേടിക്കുന്നില്ല. അതെങ്ങനെയാണ്, അതെന്താണ് ചെയ്യേണ്ടതെന്ന് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. പുള്ളിക്കാരി തന്ന കാശിനുള്ള സാധനം ഞാൻ ചെയ്തു തരും, അത്രേ ഉള്ളൂ. പുള്ളിക്കാരിക്ക് എന്നെ അല്ലാണ്ട് വേറെ ആൾ വിളിക്കായിരുന്നു, അതുകൊണ്ടായിരുന്നു. അപ്പം നമുക്ക് ആദ്യം കിട്ടിയ പണി നമ്മൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അന്നേരം പുള്ളിക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞു എന്നെ കമ്പനിയിൽ നിന്ന് ഇങ്ങനെ വിട്ടതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, നാളെ ഞാൻ എൻ്റെ മാനേജറെ വിളിച്ചിട്ട് വരാം, എന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നാളെ ഞാൻ പിറ്റേ ദിവസം പണിക്കെത്തി. ഇട്ടിട്ട് മാനേജർ വന്നു എൻ്റെ കമ്പനിയിൽ നിന്ന്. അപ്പം ഞാനിങ്ങനെ സൈഡിൽ ഇങ്ങനെ മാറിയേക്കുക, ആയി മാഡം എനിക്ക് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് കിട്ടി, ഞങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. എങ്ങനെ വീണെന്നാണല്ലോ. ഇങ്ങനെ പണി ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ കംപ്ലൈന്റ് കിട്ടി, അതുകൊണ്ട് ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ആ സാധനമൊക്കെ എടുക്കൂ, ഇങ്ങനെ വരുമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ പുറകെ ചെന്നു, ഞാൻ മുകളിൽ കയറി ഇങ്ങനെ സാധനങ്ങൾ കാണിച്ചു കൊടുത്തു. ഇതാ ഇവിടെ മുമ്പേ അവിടെ മുമ്പേ അവിടെ, അതൊക്കെ വളരെ വളരെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളേ ഉള്ളൂ. ഇതൊക്കെ നോക്കിയിട്ട് ആ ജനല് തുറക്കാൻ പറ്റുമോ, ഞങ്ങളൊന്നും ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് ഈ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഈ ബെഡ്റൂമില് ഈ ഫുൾ പെയിന്റ് അടിക്കേണ്ട ബെഡ്റൂമില് നടുക്ക് ഒരു കട്ടിലുകൊണ്ടിരിക്കുക. ഈ കട്ടില് അഴിച്ച് മാറ്റി വേറെ റൂമിൽ കൊണ്ട് വെക്കണം. ഇത് എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല. ഈ കട്ടിൽ അഴിച്ച് മാറ്റുന്ന തന്നെ പകുതി ദിവസം വേണം. ഇത് മാത്രമല്ല, പെയിന്റ് അടിച്ച് കഴിഞ്ഞ് ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് ഇത് തിരിച്ച് പിടിപ്പിച്ചും വെച്ച് വെക്കണം. ഒരാഴ്ചത്തെ പണി, 2 ആഴ്ചത്തെ പണി, ഇത് മൊത്തം എല്ലാം കൂടി കൂടിയിട്ട് 250 രൂപയ്ക്ക് 2 ആഴ്ചത്തെ പണി. 2 വർഷം മുമ്പേ ഇത് WC പൊട്ടി കഴിഞ്ഞ് ഒരു 2-3 മാസം, ഒരു 2-3 മാസം എടുത്തില്ല, അന്നേരം തന്നെ 2022. എനിക്ക് ഓർമ്മയുണ്ട് അന്ന് നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്ന സമയം. അത് കഴിഞ്ഞ് ബ്രോ വന്നു, ഞങ്ങൾ അവിടെ സംസാരിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ എന്താ പിന്നെ ഇരുട്ടാവുന്ന വരെ എങ്ങനെ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യാം. അപ്പോൾ ഒരുപാട് ഇരുട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1-2 റൂമിൽ ലൈറ്റ് ഇല്ല, അപ്പോൾ അവിടെ സൈഡിലുള്ളതൊന്നും കാണത്തൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു, അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെടണം, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നഷ്ടമാണ്, കാശ് കിട്ടിയില്ലെങ്കിലും ഇനി ഇങ്ങോട്ടേക്ക് വരരുത്, കാരണം ഇനി വന്നാൽ ഇനി നമ്മൾ പണിയെടുക്കേണ്ടി വരും. അങ്ങനെ അങ്ങനെ ഡെസേർട്ടിലുള്ള 3-ാം ദിവസം പണിയെടുത്തോണ്ടിരിക്കുക. 3-ാം ദിവസവും പണിയെടുത്തോണ്ടിരിക്കുക. അങ്ങനെ നമ്മള് എന്നിട്ട് ഇരുട്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്ന് പുള്ളിക്കാരുടെ ഒന്നും വിളിച്ച് കാണിക്കുകയോ പോകാനോ ഒന്നും ചെയ്തില്ല. പെട്ടെന്ന് നമ്മൾ സാധനങ്ങൾ പാക്ക് ചെയ്തു, കഴുകി വണ്ടിക്കകത്ത് പുള്ളിക്കാരുടെ ആദ്യം ഓരോരോ സാധനങ്ങൾ ഞങ്ങൾ ഇങ്ങനെ പൊത്തി പിടിച്ചിട്ട് ഞങ്ങൾ ഇവരെ പോകുമ്പോൾ ഇറങ്ങി പോകാന്ന് വിചാരിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ ആദ്യം ടൂൾസ് പ്ലാൻ ചെയ്തു. ഒരാൾ ഇങ്ങനെ ഇത്ര സാധനം കൊണ്ടോ, ഒരാൾ അടുത്ത സാധനം കൊണ്ടോ, അരക്കിയ ടൂൾ കൊണ്ടോ, ബക്കറ്റ് വേണമെങ്കിൽ അവിടെ തന്നെ ഇരുന്നോട്ടെ, തലടിക്കണ്ട, ബക്കറ്റ് മുകളിൽ തന്നെ ഇരുന്നോട്ടെ. എന്നിട്ട് ഷീറ്റൊക്കെ മേജ് ഉടുപ്പിന്റെ ഉള്ളിലൊക്കെ കയറ്റിയിട്ട് ഞങ്ങൾ കൊണ്ടേ ബക്കറ്റൊക്കെ പിടിച്ച് പോകുമ്പോൾ നമുക്ക് അറിയാമല്ലോ പോവാന്ന്. ടൂൾസൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഞങ്ങൾ നേരെ വണ്ടിക്കകത്ത് ഓരോ ട്രിപ്പായിട്ട് ഹലോ എന്നിട്ട് അവരുടെ മുകളിലേക്ക് പോകും, സാധനം എടുത്തോണ്ടൊരു ഹായ്, എന്നിട്ട് തിരിച്ച് വണ്ടിക്കകത്ത് സാധനം കൊണ്ടുപോയി. ഇങ്ങനെ ഒരു 3-4 ട്രിപ്പ് അടിച്ച് മുകളിച്ച് സാധനം മൊത്തം കാലിയാക്കി പെട്ടെന്ന് ഞങ്ങൾ ആ ബെഡെല്ലാം കൂടി പിടിച്ച് ആ റൂമിൽ കൊണ്ടുപോയിട്ടു. ബാക്കി വെക്കേണ്ട സാധനങ്ങളെല്ലാം അടുക്കി പറക്കി വെച്ച് നിലമൊക്കെ ഒന്ന് തൂത്തുവാരിയിട്ട് എന്നാ പിന്നെ കഴിഞ്ഞു, ഞങ്ങൾ പോവാട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരി കാണാൻ വേണ്ടി ആണോ എന്നാ കാണാൻ വരട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മള് പിന്നെ ഇല്ലേ അതായത് ഒരു ജനലിന്റെ സൈഡ് കട്ടായിട്ടില്ല. പിന്നെ ആ റൂമില് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാതെ നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റുള്ളൂ. അന്നേരം നമുക്ക് വേറെ ചെയ്യാലല്ലോ. ഈ ഭിത്തി ഈ ജനലിന്റെ ഒരു സൈഡിൽ ഒരു പെയിന്റ്, താഴെ വേറൊരു പെയിന്റ്, അങ്ങനെ മൊത്തം 3 പെയിന്റ് കണ്ടിട്ടുണ്ട്. വേറെ സൈഡിൽ വേറെ പെയിന്റ്. അപ്പൊ ഈ 3 ഓരോന്ന് അടിച്ച് ഉണങ്ങി കഴിഞ്ഞ് ഫ്രോക്ക് ടേപ്പ് ഒട്ടിച്ച് നമുക്ക് അടുത്തടിക്കാൻ പറ്റുള്ളൂ. 3 നമുക്ക് ഒറ്റയടിക്ക് അടിക്കണം, വേറെ